ചെയ്തിട്ടില്ല, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുമില്ല, പിന്നെ എന്തിനാ പിടിച്ചു? നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു പയ്യനെ MDMA ആയിട്ട് പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ പയ്യനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അതായത് 20 വയസ്സുള്ള ഒരു പയ്യനാന്ന് പറയുന്നത്. ഈ 20 വയസ്സുള്ള പയ്യനെ ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഇവൻ MDMA എറിഞ്ഞു കളഞ്ഞു, അപ്പോൾ MDMA പോലീസുകാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് പിടിച്ചൊരു കഥയാണ്. ആ വീഡിയോ ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതൊന്ന് കണ്ടു നോക്ക് കുറച്ച് ആദ്യം. ചിരുത്തിയേക്കുന്നേ, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നു തപ്പിയ സാറന്മാർക്ക്? അത് പറയും. അതോ ആ റോഡിൽ കിടന്നാണോ കിട്ടിയത്? എത്ര പേരുണ്ടായിരുന്നു നോക്കി നോക്കി. ഇവിടെ ആ CCTV ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുക, അത് എവിടെ എങ്ങനെ വന്നെന്ന്. എന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇടുന്നതായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്നതായിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ എത്ര പേരുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എത്ര പേര് ഓടി? അപ്പോ ഈ പയ്യൻ പറയുന്നത് ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, CCTV ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ പോലീസ് അതൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ചെയ്യാതെ ഒരു ആൾക്കൂട്ടത്തില് കിടന്നൊരു പൊതി കിട്ടി. ഈ പൊതി ഓക്കെ ഇവന്റെയാണ്. ഇനി ഏതെങ്കിലും പോലീസുകാർ ഇവനെ എറിഞ്ഞ് കളയുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇനി ഇതിന്റെ ഫോളോ അപ്പ് എന്താണെന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നമ്മളാണെങ്കിൽ തന്നെ ഒരു ആൾക്കൂട്ടത്തിലുണ്ട്. ഈ ആൾക്കൂട്ടത്തിന് ഇടയ്ക്ക് നിന്നിട്ട് ഇപ്പോൾ പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു എക്സാം നടക്കുകയാണ്. ഈ എക്സാം നടക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ ഇരുന്ന് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ആ എക്സാം എഴുതുന്നവന്റെ പയ്യന്റെ അടുത്തേക്ക് ഒരു തുണ്ട് വന്ന് പറന്നു വീണു. അപ്പോൾ ആ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മലമുകളിലാണ് ഈ ആക്ച്വലി കോളേജ്. അപ്പോൾ നല്ല കാറ്റാണ് എപ്പോഴും. ഈ കാറ്റുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ പേപ്പറിന്റെ ഇടയിൽ വെച്ച ചെറിയ തുണ്ട് പേപ്പർ ആയിരിക്കാം പറന്നു പോയത് വേറെ ആരെങ്കിലും. പക്ഷെ ഇത് ആരെ വെച്ചെന്നുള്ളത് ആരും പറയുന്നില്ല. പക്ഷെ ഇത് വന്ന് വീണത് ഒരു പയ്യന്റെ അടുത്താണ്. അതുകൊണ്ട് അവനായി അതിന്റെ കുറ്റക്കാരൻ, അവന്റെ ആണ്. അപ്പോൾ ഇൻവിജിലേറ്റർ വന്നു കറക്റ്റ് സമയത്ത് വന്ന് എടുത്തിട്ട് പറഞ്ഞു ഇത് നിന്റെയാണ്. അവനെ പിടിച്ചു. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞാൽ അവനത് ചെയ്തതല്ല. അപ്പോൾ അതുപോലെ ആയിരിക്കാം ഈ പയ്യന്റെ കാര്യത്തിൽ. പക്ഷെ നമുക്ക് അറിയില്ല കൃത്യമായിട്ട്. ചിലപ്പോൾ ഇവനൊരു കൊടൂര കള്ളനായിരിക്കാം. പക്ഷെ എന്തു തന്നെ ആയാലും ഒരു പ്രോപ്പർ ആയിട്ടൊരു അന്വേഷണം ഇല്ലാതെ ഓക്കെ ഇവനെ പിടിച്ചോളൂ, കൊണ്ടുപോയിക്കോളൂ, സ്റ്റേഷനിൽ ഇരുത്തിക്കോളൂ. പക്ഷെ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവന്റെ മുഖമെല്ലാം കാണിച്ച് ഇവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവൻ മാത്രമല്ലല്ലോ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ ഇവർ ചോദിക്കുന്നത് ഇവർ നിന്റെ കൂട്ടുകാരൻ എന്തിനാ ഓടിയെ? ഇവൻ പറയുന്നത് എന്റെ കൂട്ടുകാരൻ ആരുടെയും കൂടെ അല്ല ഞാൻ വന്നത്, ഞാൻ ഒറ്റയ്ക്ക് വന്ന ആളാണ്. എന്നിട്ടും പോലീസുകാരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നല്ല മീഡിയയ്ക്ക് മുന്നിൽ അവന്റെ വീഡിയോ എല്ലാം കൊടുത്ത്, പ്രസ് എല്ലാം അവന്റെ ഫോട്ടോയും എടുത്ത് വീഡിയോ എടുത്ത്. ഏതെങ്കിലും ഒരു കാലത്ത് ഇവൻ ഈ ചീത്തപ്പേര് പോവൂ? ഇവന് ജീവിക്കാൻ പറ്റുമോ പ്രോപ്പറായിട്ട്? എന്തൊരു അവസ്ഥയല്ല നമ്മുടെ നാട്. MDMAക്കാർ ഒരു വഴിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അത് ഉപയോഗിക്കുന്നവന്മാർ കുറെ എണ്ണങ്ങൾ പെടുന്നു. ഇത് വിൽക്കുന്നവന്മാർക്കൊന്നും ഒന്നും പറ്റുന്നില്ല. ചെറുകിട കർഷകർക്കൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ. ഈ വൻ കൃഷിക്കാരുണ്ട്, ഇതൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നവൻ തെണ്ടികൾ, കോടികൾ ഉണ്ടാക്കുന്നവന്മാർ. ഇതിന്റെ കൂടെ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്ത് വിൽക്കുന്നവന്മാരെയൊക്കെയാണ് പോലീസ് പിടിക്കുന്നത്. ആസ് യൂഷ്വൽ.